ആര്യവേപ്പ് എന്ന ഔഷധവൃക്ഷം മനുഷ്യ ശരീരത്തിലെ അനേക വിധത്തിലുള്ള രോഗങ്ങളിലും അതുപോലെ തന്നെ മനുഷ്യൻ്റെ നിത്യോപയോഗത്തിൽ കീടനാശിനിയായിട്ടും അതുപോലെ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം ഉപയോഗപ്പെടുത്തുന്നു. ഇനി ഔഷധയുക്തമായിട്ടുള്ള പ്രധാന ഭാഗങ്ങൾ ഈ ആര്യവേപ്പിൻ്റെ തൊലി, അതുപോലെ ഇല, കായ് അല്ലെങ്കിൽ വിത്ത് എന്നിവയാവുന്നു. ഈ ആര്യവേപ്പിൻ്റെ തൊലി നന്നായി കഴുകി ചതച്ച് അത് കഷായ രൂപേണ തിളപ്പിച്ചെടുക്കുന്നത് അകത്തേക്ക് കഴിക്കുന്നതിനും അതോടൊപ്പം തന്നെ കഴുകുന്നതിനുമായിട്ട് അല്ലെങ്കിൽ ക്ഷാളനത്തിനായിട്ടും ഉപയോഗപ്പെടുത്തുന്നു. ഇത് ത്വക്ക് രോഗങ്ങൾ വളരെയധികം ഫലസിദ്ധിയെ നൽകുന്നു. ഈ ആര്യവേപ്പ് അടങ്ങിയിട്ടുള്ള കഷായ യോഗങ്ങൾ തന്നെ മലമ്പനി മുതലായിട്ടുള്ള രോഗങ്ങളിൽ വളരെയധികം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി ആര്യവേപ്പിൻ്റെ ഇല നല്ല വടിയെ അരച്ചെടുത്ത് പുരട്ടുന്നതുകൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന മുറിവ്, ചെറിയ ചൊറി മുതലായവയെല്ലാം പൊറുക്കുന്നതിന് വളരെ നല്ലതാണ്. ഇനി ശരീരത്തിലുണ്ടാകുന്ന ചൊറി, ചിരങ്ങ്, മസൂരി, ചിക്കൻ ബോക്സ് മുതലായിട്ടുള്ള അവസ്ഥയിൽ ഈ ആര്യവേപ്പിൻ്റെ ഇല തന്നെ മഞ്ഞൾ ചേർത്ത് അരച്ച് പുരട്ടാനായിട്ട് ഉപയോഗിക്കുന്നു. ആര്യവേപ്പിൻ്റെ ഇല ചതച്ച് പിഴിഞ്ഞെടുക്കുന്ന നീര്, ആ സ്വരസം തേൻ ചേർത്ത് ഉപയോഗിക്കുന്നത് കൃമിഘ്നമായിട്ടും കൃമിയെ കളയുന്നതിനും അതുപോലെ തന്നെ പ്രമേഹ രോഗത്തെ ഹനിക്കുന്നതിനുമെല്ലാം ഉപയോഗപ്പെടുത്തുന്നു. അതിയായ കയ്പ്പരസമാണ് വേപ്പിലകൾക്ക്. പ്രമേഹത്തെ നിയന്ത്രിക്കാൻ വേപ്പില പച്ചയായി അരച്ച് കഴിക്കണമെന്ന് വൈദ്യന്മാർ നിർദ്ദേശിക്കാറുണ്ട്. ശരീരത്തിലുള്ള പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ വേപ്പിന് അസാമാന്യമായ കഴിവുണ്ട്. ത്വക്ക് രോഗങ്ങളിൽ വേപ്പിൻ്റെ ഇല, വേപ്പിൻ്റെ തൊലി, വേപ്പിൻ പട്ട ഇവ നമുക്ക് നിത്യോപയോഗമുള്ളതാണ്. വേപ്പിൻ്റെ ഇല പകർച്ചവ്യാധികളിൽ, പ്രത്യേകിച്ച് ചിക്കൻ ബോക്സ് മുതലായവ വരുമ്പോൾ രോഗി കിടക്കുന്ന കിടക്കയിൽ അല്ലെങ്കിൽ പായയിൽ വിതറുകയും അതിൻ്റെ ഇല കൊണ്ട് വീശുകയും ചെയ്യുന്നത് രോഗിക്ക് സുഖം കിട്ടുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ അണുക്കളെ നശിപ്പിക്കാനുള്ള ഒരു കഴിവ് വേപ്പിനുണ്ട്, വേപ്പിൻ്റെ ഇലയ്ക്കുണ്ട്. വേപ്പിൻ പട്ട കഷായം വ്രണങ്ങൾ ശുദ്ധമാക്കുന്നതിന്, പ്രത്യേകിച്ച് ഡയബറ്റിക് വുണ്ടിന് പോലും വേപ്പിൻ പട്ട കഷായം കൊണ്ടുള്ള ധാര വളരെയേറെ ഗുണം ചെയ്യുന്നു. ഈ വേപ്പിൻ്റെ ഇല, വസൂരി, അതുപോലെ ഈ ചിക്കൻ പോക്സ്, അതിന് സദൃശമായിട്ടുള്ള രോഗങ്ങൾക്ക് ശീതോപചാരത്തിന് വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ്. മഞ്ഞളും വേപ്പും കൂടെ അരച്ചിട്ടുള്ള മിശ്രിതം കൊണ്ട് തേച്ച് കുളിക്കുന്നത് എല്ലാ ചർമ്മരോഗങ്ങൾക്കും വളരെ വിശേഷമാണ്. വായ്പുണ്ണിന് വേപ്പിൻ്റെ തോല് വെറുതെ ചവച്ചരച്ച് തുപ്പിക്കളഞ്ഞാൽ അതും വളരെ സിദ്ധൌഷധമായിട്ട് കാണുന്നുണ്ട്. ഉള്ളിൽ പ്രയോഗിക്കാനായാലും വെളിയിൽ ലേപനം ആവശ്യത്തിന് വേണ്ടിയിട്ടും, അതുപോലെ ഇതിൻ്റെ കുരുവിൻ്റെ എണ്ണ ഈ ദുഷ്ടപ്രാണികളിൽ നിന്ന് വ്രണങ്ങളെ രക്ഷിക്കാൻ സിദ്ധൌഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വേപ്പിൻ കുരു ആട്ടിയെടുക്കുന്ന എണ്ണയാണ് വേപ്പെണ്ണ. തെങ്ങിനെ ബാധിക്കുന്ന മണ്ടരി രോഗം തടയാൻ വേപ്പെണ്ണ ഉപയോഗിക്കാം. മൃഗചികിത്സയിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. മൃഗങ്ങളുടെ തൊലിപ്പുറത്ത് രോമം കൊഴിഞ്ഞ് വ്രണങ്ങളുണ്ടാകുമ്പോഴും കുളമ്പ് രോഗങ്ങളുണ്ടാകുമ്പോഴും വേപ്പെണ്ണ പുരട്ടാറുണ്ട്. മികച്ച രോഗാണുസംഹാരിയായി വേപ്പെണ്ണ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ കീടനാശിനിയായും വേപ്പെണ്ണ ഉപയോഗിക്കുന്നു. വേപ്പിൻ പിണ്ണാക്ക് വളമായി ഉപയോഗിക്കാം. വേപ്പ് ആയുർവേദത്തിൽ തന്നെ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു ഔഷധങ്ങളിലൊന്നാണ്.
പ്രധാനമായും വേപ്പ് ഉപയോഗിക്കുന്നത് തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾക്കാണ്. നിമ്പാമൃതാസനം, നിമ്പാതി ചൂർണം തുടങ്ങിയ ഒത്തിരി ഔഷധങ്ങൾ ആയുർവേദത്തിൽ നമ്മൾ വേപ്പ് ചേരുന്നതായിട്ടുണ്ട്. തൊലിപ്പുറത്തുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും പുറമേ വേപ്പിൻ്റെ ഇല അരച്ചിടുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ വേപ്പിൻ പട്ടയിട്ട് കഷായം കുടിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. ഇത് കൂടാതെ തന്നെ മനുഷ്യരിൽ മാത്രമല്ല, കന്നുകാലിൽ പോലും ഈ കാളുകൾക്കൊക്കെ ഉണ്ടാകുന്ന കുളമ്പ് രോഗം അങ്ങനെയുള്ളതിന് വേപ്പിൻ്റെ എണ്ണ ലോക്കലായിട്ട് ആ ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത് ഒരു ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടിയാണ് ആക്ച്വലി വേപ്പിൻ്റെ അത് കാണിക്കുന്നത്. അത് കാരണം വീണ്ടും അത് ഉണ്ടാകാതിരിക്കുന്നതിനും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. വേപ്പ് ചേർന്നിട്ടുള്ള ഔഷധ യോഗങ്ങളുണ്ട്. കഷായവും തൈലവും ഒക്കെ വേപ്പ് ചേർത്തുണ്ടാക്കുന്നുണ്ട്. വേപ്പിൻ്റെ പട്ട അഥവാ തൊലിയാണ് മരുന്നുകളിൽ കൂടുതലായും ചേർക്കപ്പെടുന്നത്. വേപ്പിൻ്റെ തൊലി കൂടാതെ അതിൻ്റെ ഇലകളും പൂവും ഒക്കെ മരുന്നുകളിൽ ചേർക്കപ്പെടുന്നുണ്ട്. ശിരസിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു കുരുക്കളെ മാറ്റുന്നതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന നിംബപത്രാദി കേരത്തിലെ ഒരു പ്രധാന ചേരുവ ഈ ആര്യവേപ്പിൻ്റെ തൊലിയാവുന്നു. ഇനി ആര്യവേപ്പിൻ്റെ തൊലി ചേർന്നിട്ടുള്ള മറ്റ് കഷായങ്ങളാണ് നിംബാദി കഷായം, മഞ്ചിഷ്ടാദി കഷായം തുടങ്ങിയവയെല്ലാം. ഇവ ത്വക്ക് രോഗങ്ങളിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതും സോറിയാസിസ് അതുപോലെ മറ്റ് ത്വക്ക് രോഗങ്ങൾ വളരെ ദീർഘകാലം നിലനിൽക്കുന്നതായിട്ട് വിധത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ ഇതിന് വളരെയധികം ഫലപ്രാപ്തിയുള്ളതാണ് ഈ കഷായ യോഗങ്ങൾ. ജ്വരചികിത്സയിൽ പറയപ്പെട്ടിട്ടുള്ള മൃദ്യുകാദി കഷായം അതുപോലെ പടോലാദി കഷായം മുതലായവയെല്ലാം ഒരു പ്രധാന ചേരുവ ഈ വേപ്പിൻ തൊലിയാണ്. ഇത് ജ്വരത്തെ ഹനിക്കുന്നതിനും പനിയെ മാറ്റി അതുപോലെ പിത്തവർദ്ധനവിനെ ക്രമപ്പെടുത്തുന്നതിനുമെല്ലാം വളരെയധികം ഉപയുക്തമാണ്. ഓരോ വീട്ടിലും ഒരു വേപ്പെങ്കിലും നട്ടുപിടിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒറ്റമൂലി പ്രയോഗം പോലെ തന്നെ മറ്റുള്ള നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള മരുന്നുകളിൽ ധാരാളം ചേരുന്ന ഔഷധമാണ് വേപ്പ്. നിംബഹരിദ്രാദി ചൂർണം, നിംബാദി ചൂർണം ഇങ്ങനെയുള്ള മരുന്നുകളിൽ നിംബം അഥവാ വേപ്പ് ധാരാളമായി ചേരുന്നു.